ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്ന് എങ്ങോട്ടാണ് പുറപ്പെട്ട് പോകുന്നതെന്ന്. ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് ശിവരാത്രിയുടെ അന്നുള്ള വീഡിയോ ആണ്. ഞങ്ങൾ യാമപൂജ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ചോരാങ്കുന്ന് അമ്പലത്തിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ആട്ടോ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവദ്രാശം ചിലപ്പോൾ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റതുകൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവൻ നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഗാനമേളയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ലൈറ്റും അവരുടെ പാട്ടും സൗണ്ടൊക്കെ അവൻ്റെ പുതിയ ഒരു അനുഭവങ്ങളാണല്ലോ അതൊക്കെ. നല്ല ഗാനമേളയായിരുന്നു. അതിലൊരാൾ പാടിയ പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതേപോലെ തന്നെ പിന്നുള്ളത് ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന ഭാഗത്തെ കുട്ടികൾ കളിച്ച ഡാൻസ് ആട്ടോ. എനിക്കത് കാര്യമായിട്ട് അതിനൊന്നും കാണാൻ പറ്റിയില്ല. വീഡിയോ കൂടെയാണ് കുറച്ചും കൂടി കാണാൻ പറ്റിയത്. നന്നായി കളിച്ചേക്കുന്ന കുട്ടികൾ. പിന്നെ ഞങ്ങൾ യാമപൂജ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ 12 മണിക്കാണ് പൂജ തുടങ്ങുന്നത്, നട തുറക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൻ്റെ നടയിൽ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്കും മോൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ കരയാത്തതുകൊണ്ട് നല്ലപോലെ പൂജ കാണാനും തൊഴാനും ഒക്കെ പറ്റി. ദശുട്ടി ഉണ്ടായിരുന്നു കൂടെ. ദശുട്ടിക്ക് ഉറക്കം ശരിയാവില്ല, എന്നാൽ ഞാൻ വിചാരിച്ചു അവളും കാണട്ടെ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വളരട്ടെ എന്ന്. അമ്പലവും പൂജകളും ഗാനമേളയും ഒക്കെ കണ്ട് ആസ്വദിച്ച് വളരട്ടെ, അതല്ലേ നല്ലത്. എല്ലാം അറിഞ്ഞ് വളരണമല്ലോ മക്കൾ. എന്നിട്ട് ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ